നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രഷർ ഡിഫറൻസ്, അതേപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷർ, വാക്വം പ്രഷർ എന്നീ 3 കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഈ 3 കാര്യങ്ങൾ ഫ്ലൂയിഡ് ഫ്ലോയുമായി എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമുക്കറിയാം, ഒരു ഫ്ലൂയിഡ് ഫ്ലോ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ ആവശ്യമാണ്. പ്രഷർ ഡിഫറൻസ് ആണ് ആക്ച്വലി ഒരു ഫ്ലൂയിഡ് അത് ഒഴുകുന്നതിന് കാരണമാകുന്നത്. ഈ പ്രഷർ ഡിഫറൻസ് മീൻസ് ഫ്ലൂയിഡ് എപ്പോഴും ഒഴുകുക ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലായിരിക്കും. ഹൈ പ്രഷർ ടു ലോ പ്രഷർ സോണിലേക്കായിരിക്കും എപ്പോഴും ഫ്ലൂയിഡ് ഒഴുകുക. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങളുടെ കയ്യിൽ വേണം. ഇത് മുൻനിർത്തിയാണ് പമ്പിൻ്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ മൊഡ്യൂൾ 3 പമ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം എന്താണ് പമ്പ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ ഒരു പമ്പിനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രോളിക് എനർജി, പ്രഷർ എനർജി ഫോർമുല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഈ 3ാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. സെൻട്രിഫ്യൂഗൽ പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഈ 3ാമത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം സെൻട്രിഫ്യൂഗൽ പമ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. പമ്പിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് പമ്പാണ് സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ ഇതിൻ്റെ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അതിൽ ആദ്യമായി ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെങ്കിൽ കോമൺലി ഒരു പമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സമ്പ്. ഇവിടെ SUMP സമ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. സമ്പ് മീൻസ് ഏത് ലിക്വിഡാണോ നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ് സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തെ സമ്പ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ വീട്ടിലെ കിണറിൽ വാട്ടർ കിടക്കുന്നുണ്ട്. ഈ വാട്ടറാണ് ടാങ്കിലേക്ക് നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡായിട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുള്ളത് കിണറിലാണ്. സോ കിണറിനെ നമുക്ക് കോമൺലി എന്ത് വിളിക്കാം, സമ്പ് എന്ന് വിളിക്കാം. സമ്പിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സമ്പിലേക്ക് പമ്പിൽ നിന്നും ഒരു കോൺഡ്യൂറ്റ് അല്ലെങ്കിൽ ഒരു പൈപ്പ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഈ പൈപ്പിനെ നമുക്ക് സക്ഷൻ പൈപ്പ് എന്ന് വിളിക്കാം. ഈ പൈപ്പിനെ പമ്പിൽ നിന്നും സമ്പിലേക്ക് അല്ലെങ്കിൽ സമ്പിൽ നിന്നും പമ്പിലേക്ക്, എങ്ങനെയാലും വേണ്ട, പമ്പും സമ്പിലിൻ്റെ ഇടയിലുള്ള ഒരു കോൺഡ്യൂറ്റ് മീൻസ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോ നടക്കുന്ന ഒരു അല്ലെങ്കിൽ നടക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗം, ഒരു പൈപ്പ്. ഇതിനെ നമുക്ക് സക്ഷൻ പൈപ്പ് എന്ന് വിളിക്കാം. ഈ സക്ഷൻ പൈപ്പിൻ്റെ ഒരു എൻഡിൽ ഒരു സ്ട്രെയിനർ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഒരു ഫൂട്ട് വാൾവും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്ട്രെയിനറിനും ഫൂട്ട് വാൾവിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്, നമുക്കത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പമ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ഈ ഒരു ഓറഞ്ച് കളറിൽ കൊടുത്തുള്ള ഭാഗം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം, ഇമ്പല്ലർ എന്ന് വിളിക്കാം. ഓക്കെ, ഇമ്പല്ലറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇമ്പല്ലറിൻ്റെ വെയിൻസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ വര കാണുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെ ഒരു ഇതള് പോലെ ഒരു വര കാണുന്നുണ്ടാവും, അത് വെയിൻസ് എന്ന് വിളിക്കുക. ആ വെയിൻ എപ്പോഴും ബാക്ക്വേർഡ് കർവ്ഡ് ആണ്. പുറകിൽ എവിടേക്കാണോ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പുറകു വശത്തേക്ക്, അതായത് ബാക്ക്വേർഡ് കർവ്ഡ് ആണ് ആ വെയിൻസ്. വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഇമ്പല്ലറിനെ കവർ ചെയ്തിട്ട് നിൽക്കുന്ന ഈ ഭാഗത്ത് നമുക്ക് കേസിംഗ് എന്ന് വിളിക്കാം. കേസിങ്ങിൻ്റെ പർപ്പസും നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ പമ്പിൽ നിന്നും നമ്മൾ ഏത് ഭാഗത്തേക്കാണോ, ഏത് ഹൈറ്റിലേക്കാണോ ലിക്വിഡ് പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഹൈറ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് ഇവിടെ സക്ഷൻ പൈപ്പ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആരുടെ സഹായം വേണം, ഡെലിവറി പൈപ്പിൻ്റെ സഹായം വേണം. ഈ ഡെലിവറി പൈപ്പിൽ നമ്മളൊരു ഡെലിവറി വാൾവും ഫിറ്റ് ചെയ്യാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് നേരെ നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, പമ്പ് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുക എവിടെയാണ്, ലോവർ പൊട്ടൻഷ്യൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് ലിക്വിഡ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുക, അല്ലേ. ലോവർ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ ഏറ്റവും താഴെ നിന്നും ഉയരത്തിലേക്ക്. നമുക്കറിയാം, നാച്ചുറലി ഒരു ഫ്ലൂയിഡ് ഒരു ഹൈറ്റിൽ നിന്നും താഴേക്ക് ഓട്ടോമാറ്റിക്കലി പതിക്കും. ഇപ്പോൾ വെള്ളച്ചാട്ടം കണ്ടുണ്ടാവും. വാട്ടർഫോൾസിൽ എന്താ പ്രത്യേകത, ഹൈറ്റിൽ നിന്നും, അതായത് ഹയർ പൊട്ടൻഷ്യൽ നിന്നും താഴ്ചയിലേക്ക്, അതായത് ലോവർ പൊട്ടൻഷ്യലിലേക്ക് നാച്ചുറലി അത് ഒഴുകും ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, താഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക്, അതായത് ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക് ലിക്വിഡ് ഒഴുകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാച്ചുറലി പോസിബിൾ അല്ല, നമുക്കൊരു മെഷീൻ്റെ സഹായം വേണം, അല്ലേ. അങ്ങനൊരു മെഷീനാണ് പമ്പ്. ഓക്കെ, അപ്പോൾ ഈ പമ്പിൻ്റെ വർക്കിംഗ് നമ്മൾ മനസ്സിലാക്കുകയാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ചെയ്യുന്നൊരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ
നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മൾ പുതിയൊരു പമ്പ് വാങ്ങി, സെൻട്രിഫ്യൂഗൽ പമ്പ് വാങ്ങി, അത് ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ഈ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നൊരു പ്രൊസീജിയർ, ഈ ഡെലിവറി പൈപ്പിലൂടെ കേസിങ്, ഇമ്പല്ലർ, സക്ഷൻ പൈപ്പ് ഇത് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ആദ്യം ലിക്വിഡ് ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കിണറാണെന്ന് വിചാരിച്ചോ. ഈ കിണറിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിക്വിഡ് വാട്ടറാണ്. അപ്പോൾ ഏത് ലിക്വിഡാണോ നമ്മൾ പമ്പ് ചെയ്യുന്നത് ആ ലിക്വിഡ് ആദ്യമായി ഈ പമ്പിൽ നമ്മൾ നിറക്കണം. ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഫില്ല് ചെയ്യണം. എവിടേക്കാണ് ഫില്ല് ചെയ്യേണ്ടത്? സക്ഷൻ പൈപ്പിൽ ഫില്ല് ചെയ്യണം, കേസിങ്ങിൽ ഫില്ല് ചെയ്യണം, അതേപോലെ ഡെലിവറി പൈപ്പിൻ്റെ കുറച്ച് ഭാഗം അവിടെയും ഈ ലിക്വിഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഡെലിവറി പൈപ്പിലൂടെ ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചാൽ ഈ കേസിങ് അങ്ങനെ കംപ്ലീറ്റ് ആയി, ഈ സക്ഷൻ പൈപ്പിലൂടെ കിണറിലേക്ക് ആ ലിക്വിഡ് ഉണ്ട്, കിണർ മീൻസ് ഒരു ഉദാഹരണം പറയുകയാണ്, ഈ സമ്പിലേക്ക് ആ ലിക്വിഡ് ഒഴുകി പോകില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ. ഈ സക്ഷൻ പൈപ്പിലൂടെ നമ്മൾ ഇതുവഴി ഒഴിക്കുന്ന ലിക്വിഡ് ഈ സമ്പിലേക്ക് ഒഴുകി പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു കാരണവശാലും ഈ പമ്പിൻ്റെ ഉള്ളിൽ അത് ഫില്ലാവില്ല, ലിക്വിഡ് ഫില്ലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫൂട്ട് വാൾവ് എന്നുള്ള ഒരു വാൾവ് യൂസ് ചെയ്യുന്നത്. ഫൂട്ട് വാൾവിൻ്റെ പ്രത്യേകത, വൺ വേ ഡയറക്ഷനിൽ മാത്രമേ ലിക്വിഡ് ഫ്ലോ സാധ്യമാവുള്ളൂ. ഓക്കെ, അതായത് താഴെ നിന്നും മുകളിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെ പറയാം, സമ്പിൽ നിന്നും പമ്പിലേക്ക് മാത്രമേ ഈ ഫൂട്ട് വാൾവിലൂടെ ഫ്ലൂയിഡ് ഒഴുകുള്ളൂ. മുകളിൽ നിന്ന്, അതായത് പമ്പിൽ നിന്നും സമ്പിലേക്ക് ഫ്ലൂയിഡ് ഒഴുകി വരികയാണെങ്കിൽ ഈ വാൾവ് ഓപ്പൺ ആവില്ല. വാൾവ് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ വാൾവ് ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ ഇതുവഴി ഒരാൾ ലിക്വിഡ് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് സക്ഷൻ പൈപ്പിലൂടെ വരുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴേക്കാണ് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് പമ്പിൽ നിന്നും സമ്പിലേക്ക്, അതായത് മുകളിൽ നിന്നും താഴേക്ക് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫൂട്ട് വാൾവ് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി സമ്പിൽ നിന്നും പമ്പ് എന്ത് ചെയ്യാണ്, സമ്പിൽ നിന്നും ലിക്വിഡ് വലിച്ചെടുക്കുകയാണെങ്കിൽ ഈ വാൾവ് ഓപ്പൺ ആവും. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ, നിങ്ങൾ വൺ വേ ഡയറക്ഷനിൽ റോഡ് കണ്ടിട്ടുണ്ടാവും, ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ വാഹനങ്ങൾ സഞ്ചരിക്കുള്ളൂ. അതേപോലെ സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം സമ്പിൽ നിന്നും പമ്പിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഫൂട്ട് വാൾവ് ഓപ്പൺ ആവുള്ളൂ. അല്ലാതെ പമ്പിൽ നിന്നും സമ്പിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഫൂട്ട് വാൾവ് ക്ലോസ്ഡ് ആവുള്ളൂ. അപ്പോൾ ആ ഫൂട്ട് വാൾവിൻ്റെ സഹായം കൊണ്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന, ഈ പമ്പ് വർക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആദ്യമായി ഫില്ല് ചെയ്യുന്ന ആ ലിക്വിഡ് ഒരു കാരണവശാലും സമ്പിലേക്ക് ഒഴുകി പോകില്ല. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഫില്ലിംഗ് പ്രോസസ്സിന് ഒരു പേരുണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൈമിങ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഈ പ്രൈമിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പ്രൈമിങ് എന്തിനാണെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ആ സമയത്ത് മനസ്സിലാക്കാം. ഇപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട അറിവ്, സെൻട്രിഫ്യൂഗൽ പമ്പ് ആദ്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ മുന്നേ ഈ പമ്പ് ഏത് ലിക്വിഡാണോ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ് ഫില്ല് ചെയ്യണം. സക്ഷൻ പൈപ്പിലും കേസിങ്ങിലും ഡെലിവറി പൈപ്പിലും ആ ലിക്വിഡ് ഫില്ല് ചെയ്യണം. ആ പ്രോസസ്സിൻ്റെ പേര് പ്രൈമിംഗ് ആണ്. ഈ ഇമ്പല്ലറിനെ, ഇവിടെ സ്ട്രെയിനറിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, സ്ട്രെയിനർ പറഞ്ഞാൽ അതിൻ്റെ മലയാളം തന്നെ ഒരു അരിപ്പാന്നാണ് അല്ലേ. അരിപ്പ എന്ന് പറഞ്ഞാൽ എന്താ, അരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഈ സമ്പിൽ അടങ്ങിയിട്ടുള്ള ഫോറിൻ പാർട്ടിക്കിൾസ്, ഓക്കെ, ഫോറിൻ പാർട്ടിക്കിൾസ്, പമ്പിൻ്റെ എലമെൻറ്റ്സ് കേടുപാട് വരുത്തുന്ന പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. അത്തരം പാർട്ടിക്കിൾസ് ഒരു കാരണവശാലും പമ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകരുത്, അതിനെ അരിച്ചു മാറ്റണം. അതിനാണ് സ്ട്രെയിനർ എന്നുള്ളൊരു ഭാഗം നമ്മൾ ഈ പമ്പിൻ്റെ ഫൂട്ട് വാൾവിൽ, അല്ലെങ്കിൽ ഫൂട്ട് വാൾവിൻ്റെ താഴെയായി സക്ഷൻ പൈപ്പിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രെയിനറിൻ്റെ ഒരു പർപ്പസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇനി നേരെ അതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവിടെ ഇമ്പല്ലർ എന്നുള്ള ഒരു ഭാഗമുണ്ട്. ആക്ച്വലി ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുള്ളൊരു കാര്യം, റൊട്ടേറ്റിംഗ് പാർട്ടാണ് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുക സാധാരണഗതിയിൽ ഒരു ഇലക്ട്രിക് മോട്ടറുമായിട്ട് കണക്ഷൻ കൊടുക്കുക ചെയ്യുക. ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ വർക്ക് ചെയ്യും. ആക്ച്വലി അവിടെ ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യും. എന്തിനു വേണ്ടി ഇലക്ട്രിക് മോട്ടർ വർക്ക് ചെയ്യുന്നത്? ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ്റെ ആരോ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ്. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ ഈ ഇമ്പല്ലർ കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി എന്തുണ്ട്, ഇപ്പോൾ ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. പ്രൈമിങ്ങിൻ്റെ ഭാഗമായി ഈ പമ്പിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ലിക്വിഡാണ് ഫില്ല് ചെയ്യുന്നത്? ഏത് ലിക്വിഡാണോ ഈ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ്. ഫോർ എക്സാമ്പിൾ വെള്ളമാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ വെള്ളമായിരിക്കും നിറച്ചിട്ടുണ്ടാവുക.
പെട്രോളാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ ഫില്ല് ചെയ്ത ലിക്വിഡ് ഏതാണ്? പെട്രോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ലിക്വിഡ് ഇതിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഇമ്പല്ലർ അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഇമ്പല്ലറിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ലിക്വിഡിനെ ഇമ്പല്ലർ തട്ടിത്തെറിപ്പിക്കും, പുറത്തേക്ക് തെറിപ്പിക്കും. ഓക്കെ, ആ ഒരു ആരോ ആണ് ഇവിടെ ഒരു വൈറ്റ് ആരോ കൊടുത്തിട്ടുണ്ട്, അത് പിന്നെ റെഡ് ആരോ ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പല്ലർ ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ഇതൊരു ബാക്ക്വേർഡ് കർവ്ഡ് വെയിനാണ്, പുറകിലോട്ട് വളഞ്ഞു നിൽക്കുന്ന ഒരു വെയിനാണ്. ഇത് റൊട്ടേഷൻ ഇങ്ങോട്ടാണ് സംഭവിക്കുന്നത്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബാക്ക്വേർഡ് കർവ്ഡ് രൂപത്തിലാണ് വെയിൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പല്ലറിൻ്റെ വെയിൻസിനൊക്കെ നമുക്ക് ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? ആ ലിക്വിഡ് തട്ടിത്തെറിച്ച് കേസിങ്ങിലേക്ക് പോകും അല്ലേ? കേസിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ ഈ ഭാഗത്ത് എന്തുണ്ടായിരുന്നു? ലിക്വിഡ് ഉണ്ടായിരുന്നു. ആ ലിക്വിഡിനെ തട്ടിത്തെറിപ്പിച്ചു. ആ ലിക്വിഡ് അവിടെ നിന്ന് മാറി അല്ലേ? ആ ലിക്വിഡ് ആ ഒരു കുറഞ്ഞ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ലിക്വിഡ് അവിടെ നിന്ന് മാറി നിന്നാൽ നമുക്കറിയാം വാക്വം പ്രഷർ ക്രിയേറ്റ് ചെയ്യും. എന്താ വാക്വം പ്രഷർ പറഞ്ഞാൽ? മാറ്റർ ഇല്ലാത്ത, ദ്രവ്യമില്ലാത്ത ആ അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം? വാക്വം എന്ന് വിളിക്കാം അല്ലേ? നമ്മൾ ആ ഒരു സ്ട്രോയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. നമുക്കതൊന്ന് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്താ? നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇതിൽ ഈ ഒരു കുട്ടി ഈ സ്ട്രോൻ്റെ അകത്ത് നിൽക്കുന്ന എയറിനെ വലിച്ചെടുക്കുമ്പോൾ, എയർ ഒരു മാറ്ററാണ്, ഒരു ദ്രവ്യമാണ്. ആ എയറിനെ വലിച്ചെടുക്കുമ്പോൾ പിന്നെ അവിടെ സ്പേസ് ആയി അല്ലേ? ആ സമയത്ത് സ്ട്രോൻ്റെ ഉള്ളിലത്തെ പ്രഷർ ഏതായിരിക്കും? വാക്വം പ്രഷർ ആയിരിക്കും. അതേപോലെ ഇവിടെ ഇമ്പല്ലർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ ഇമ്പല്ലറിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ലിക്വിഡിനെ ആ ഭാഗത്ത് നിന്ന് മാറ്റുകയാണ്, സ്ട്രോന്ന് എയർ വലിച്ചെടുക്കുന്ന പോലെ. അങ്ങനെ ആ ലിക്വിഡിനെ അവിടുന്ന് മാറ്റുന്ന സമയത്ത് അവിടെ ഒരു സ്പേസ് വന്നു അല്ലേ? എ സ്പേസ് വിത്തൗട്ട് മാറ്റർ, ദാറ്റ് ഈസ് വാക്വം. അങ്ങനെ ഒരു വാക്വം പ്രഷർ വന്നു, അല്ലെങ്കിൽ പാർഷ്യൽ വാക്വം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സമ്പിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. എങ്ങനെ സമ്പിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറയാൻ കാരണം എന്താ? അന്തരീക്ഷത്തിലെ വായു ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, വായുവിൻ്റെ വെയിറ്റ് ഈ സമ്പിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു എയർ പാർട്ടിക്കിൾസിൻ്റെ വെയിറ്റ് ആണ് സമ്പിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ, എയർ പാർട്ടിക്കിൾസ് മീൻസ് അറ്റ്മോസ്ഫിയറിൻ്റെ വെയിറ്റ് ഒരു സർഫസ് ഏരിയയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഇതെന്താ? പ്രഷറാണ്. എന്ത് പ്രഷറായിരിക്കും? അറ്റ്മോസ്ഫിയർ പ്രഷറായിരിക്കും. അപ്പോൾ ആക്ച്വലി സമ്പിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. പക്ഷേ ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കേസിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന പ്രഷർ ഏതാണ്? വാക്വം പ്രഷറാണ്. വാക്വം പ്രഷർ മീൻസ് ഒരു നെഗറ്റീവ് പ്രഷറാണ്. വാക്വം പ്രഷറിന് പ്രത്യേകത ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ താഴെയായിരിക്കും വാക്വം പ്രഷർ അല്ലേ? പിന്നെ ഫ്ലൂയിഡ് ഫ്ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയൊരു കാര്യം, ഹയർ പ്രഷറിൽ നിന്നും ലോവർ പ്രഷറിലേക്ക് ഫ്ലൂയിഡ് ഒഴുകാൻ തുടങ്ങും. അപ്പോൾ കിണറിൽ, ഉദാഹരണത്തിലൂടെ പറയണേ, ഈ കിണറിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും, പമ്പിൻ്റെ ഉള്ളിൽ വാക്വം പ്രഷർ ആയിരിക്കും. വാക്വം പ്രഷർ മീൻസ് പമ്പിൻ്റെ ഉള്ളിൽ പ്രഷർ കുറവായിരിക്കും, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും പമ്പിൻ്റെ ഉള്ളിലത്തെ പ്രഷർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഹയർ പ്രഷർ ആയിട്ടുള്ള സമ്പിൽ നിന്നും എന്ത് ചെയ്യാണ്? ലിക്വിഡ് പമ്പിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ സ്ട്രോയിൽ എങ്ങനെയാണോ കൂൾ ഡ്രിങ്ക്സ് കയറുന്നത് അതേപോലെ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വാക്വം പ്രഷർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും. ആ വാക്വം പ്രഷർ കാരണം ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, വാക്വം പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ഇവിടെയാണ്. അപ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തും കുറഞ്ഞ ഭാഗത്തേക്ക് സെക്ഷൻ പൈപ്പിലൂടെ എന്ത് കയറും? ലിക്വിഡ് കയറും. ആ ലിക്വിഡ് ഈ ഇമ്പല്ലർ ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയാണ് അല്ലേ? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് തെറിച്ചു പോകുന്നത്. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തെറിച്ചു പോകാനുള്ള കാരണം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മൂലമാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് കടക്കുന്നില്ല, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യാണ്. ആ വാഹനം ഒരു വളവ് തിരിയുമ്പോൾ നമ്മൾ ആ ഡോറിൻ്റെ ആ ഭാഗത്തേക്ക് ചെരിഞ്ഞു പോകാറുണ്ട്. ആ ഡോറെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ പുറത്തേക്കാണ് തെറിച്ചു പോകും. പക്ഷെ പുറത്തേക്ക് തെറിച്ചു പോകാതിരിക്കാനുള്ള കാരണം എന്താ? ആ ഡോറ് ക്ലോസ്ഡായി ലോക്കഡായി കിടക്കുന്നത് കൊണ്ടാണ് അല്ലേ? ആ പുറത്തേക്ക് നമ്മളെ തെറിപ്പിക്കാനുള്ള, പുറത്തേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇപ്പോൾ ഒരു കല്ലിൽ ഒരു കയറ് കെട്ടി നമ്മൾ ഇങ്ങനെ കറക്കുകയാണ്. ആ കയറെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ കല്ല് പുറത്തേക്ക് തെറിച്ചുകൊണ്ട് പോകും അല്ലേ? ആ പുറത്തേക്ക് തെറിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മുഖാന്തരമാണ്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ പ്രത്യേകത പുറത്തേക്ക് തട്ടിത്തെറിപ്പിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ലിക്വിഡ് പുറത്തേക്ക് തെറിക്കുന്നത്. എന്തുകൊണ്ടാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് എന്നുള്ള പേര് വന്നെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സെൻട്രിഫ്യൂഗൽ ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഇമ്പല്ലർ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മുഖാന്തരം ലിക്വിഡിനെ കേസിങ്ങിലേക്ക് പറഞ്ഞേക്കാണ്. കേസിങ്ങിൻ്റെ ജോമെട്രിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കേസിങ്ങിൻ്റെ ഈ ഭാഗത്ത് ഏരിയ കുറവാണ്. നോക്ക്, ഇവിടെ സ്പേസ് കുറവാണ്.
പക്ഷേ ഇങ്ങനെ താഴേക്ക് വരുന്തോറും അതിൻ്റെ സ്പേസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്പേസ് വളരെ കൂടുതലാണ്, ഇവിടെ സ്പേസ് വളരെ കുറവാണ്. ആ സ്പേസിന് നമുക്ക് ഏരിയ എന്ന് വിളിക്കാം. ഇവിടെ ഏരിയ കുറവാണ്, ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും ഏരിയ കൂടുകയാണ്. ഏരിയയും പ്രഷറും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം നോക്കി നോക്കാം. ഏരിയ കൂടിക്കഴിഞ്ഞാൽ, ഏരിയ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ വെലോസിറ്റി ഡിക്രീസ് ആവും. വെലോസിറ്റി ഡിക്രീസ് ആയി കഴിഞ്ഞാൽ പ്രഷർ കൂടും. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. ഓക്കെ, അപ്പോൾ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. അപ്പോൾ ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കൂടുന്ന അർത്ഥം. അപ്പോൾ ഈ ഭാഗത്ത് ആക്ച്വലി ഈ ഭാഗത്ത് ഏരിയ കുറഞ്ഞതുകൊണ്ട് അവിടുത്തെ പ്രഷർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തെ ലിക്വിഡിന് വെലോസിറ്റി കൂടുതലായിരിക്കും. ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും, ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇപ്പോൾ ഏരിയ ഇവിടെ കുറഞ്ഞുകൊണ്ട് വെലോസിറ്റി കൂടുതലായിരിക്കും. വെലോസിറ്റി കൂടി ഇങ്ങോട്ട് വരുന്തോറും ഏരിയ കൂടി വരികയാണ്. അപ്പോൾ ഏരിയയാണ് കൂടുമ്പോൾ വെലോസിറ്റി കുറയും, ആര് കൂടും? പ്രഷർ കൂടും. ഇങ്ങനെ ഇവിടെ പ്രഷറാണ്, പക്ഷേ ഈ ഡെലിവറി പൈപ്പിൻ്റെ ഈ ഭാഗത്ത് എന്ത് പ്രഷറാണ്? അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ഈ അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും പമ്പിൻ്റെ ഉള്ളിലത്തെ ലിക്വിഡിൻ്റെ പ്രഷർ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ ഇപ്പോൾ എവിടെ? പമ്പിലെ കേസിങ്ങിൻ്റെ ഈ ഭാഗത്ത് പ്രഷർ കൂടുതലായിരിക്കും. പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, അതിനേക്കാൾ കൂടുതലായിരിക്കും ഇവിടെ. ഓട്ടോമാറ്റിക്കലി ഈ ലിക്വിഡ് ഇങ്ങനെ റേസ് ചെയ്യാൻ തുടങ്ങും, ലിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രഷർ ഡിഫറൻസ് മൂലമാണ് സമ്പിൽ നിന്നും പമ്പിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നതും പമ്പിൽ നിന്നും നമ്മൾ ഏത് ഹൈറ്റിലേക്കാണോ, ഈ ഹൈറ്റിന് നമുക്കൊരു സയൻറ്റിഫിക്കലി ഒരു പേര് വിളിക്കാം, ഹെഡ് എന്ന് വിളിക്കാം. എത്ര ഹെഡിലേക്കാണോ ലിക്വിഡ് എത്തിക്കുന്നത് അത്രയും ഹെഡിലേക്ക് എന്ത് ചെയ്യും? ഈ പ്രഷർ ഡിഫറൻസിന് മുഖാന്തരം ലിക്വിഡ് ഫ്ലോ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ്. ഇനി നിങ്ങൾ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ എന്തിനാണ് സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്ക് റേഡിയേറ്റർ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഈ റേഡിയേറ്ററിൽ നിന്നും കൂളൻ്റൊക്കെ എഞ്ചിൻ്റെ പല ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യാറുണ്ട്, എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടി, ഒരു കൂളിംഗ് എഫക്റ്റ് വരുത്താൻ വേണ്ടി. എഞ്ചിൻ്റെ വാട്ടർ ജാക്കറ്റിലൂടെ അല്ലെങ്കിൽ കൂളൻ്റ് സഞ്ചരിക്കുന്ന ആ വഴികളിലൂടെ കൂളൻറ്റിനെ നമുക്ക് പ്രവഹിക്കണമെന്നുണ്ടെങ്കിൽ, ഫ്ലോ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പമ്പിൻ്റെ സഹായം വേണം. ആ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പാണ്. പഴയ വാഹനങ്ങളിലൊക്കെ അത് സെപ്പറേറ്റ് തന്നെ നമ്മളൊരു പമ്പ്, ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് എഞ്ചിനിൽ നിന്നും കണക്ട് ചെയ്തിട്ട് ഷാഫ്റ്റ് അല്ല, ഒരു പുള്ളിയിൽ നിന്നും ഒരു ബെൽറ്റ് ഡ്രൈവ് വഴി നമ്മളത് ചെയ്യാറുണ്ട്. പഴയ അംബാസഡർ കാറും പഴയ ജീപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ അത് വിസിബിളായിട്ട് കാണാൻ കഴിയും. ഇപ്പോഴത്തെ വാഹനങ്ങൾക്ക് നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് കാണാൻ കഴിയില്ല, കാരണം എന്താ വെച്ചാൽ അത്രയും കോമ്പാക്റ്റ് ആണ്. അതുമാത്രമല്ല പല പമ്പുകളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പ് നമ്മൾ എഫക്റ്റീവ്ലി യൂസ് ചെയ്തിരുന്നതാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ. അങ്ങനെ ഒരു ഓട്ടോമൊബൈലിനെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നമുക്ക് ഹയർ പ്രഷർ വേണ്ടത്, ആ പ്രഷറിലെ ഏരിയകളിലൊക്കെ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പിനെ പോലെ ഒരുപാട് പമ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ പമ്പിനെ സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ പ്രൈമിങ് മറന്നു പോകരുത്. എന്താ പ്രൈമിങ് എന്ന് മനസ്സിലാക്കണം. പിന്നെ സ്ട്രെയിനർ, ഫൂട്ട് വാൾവ്, സക്ഷൻ പൈപ്പ്, ഇമ്പല്ലർ, കേസിങ്, ഡെലിവറി വാൾവ്, ഡെലിവറി പൈപ്പ്, ഈ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസും നിങ്ങൾ മറന്നു പോകരുത്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കണം. കേസിങ്ങിൻ്റെ ഏരിയ വ്യത്യാസപ്പെടുമ്പോൾ പ്രഷറിന് എന്താ സംഭവിക്കുക എന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി എഴുതിത്തരാം. ഏരിയയും വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. വെലോസിറ്റിയും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇനി നമുക്ക് ഏരിയയും പ്രഷറും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഏരിയയും പ്രഷറും എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. എന്തെങ്ങനെ പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ പറഞ്ഞാൽ നേരെ വിപരീത സ്വഭാവമാണ്. ഏരിയ കൂടിയാൽ വെലോസിറ്റി കുറയും, ഏരിയ കുറഞ്ഞാൽ വെലോസിറ്റി കൂടും. ഇവിടെ തന്നെയാണ്. വെലോസിറ്റി കൂടിയാൽ എന്ത് കുറയും? പ്രഷർ കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്താ? ഏരിയ കൂടുമ്പോൾ പ്രഷറും കൂടും. ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഏരിയ നമ്മൾ വ്യത്യാസപ്പെടുത്തുന്നത് വെലോസിറ്റി വ്യത്യാസപ്പെടുമ്പോഴാണ്. ഈ വെലോസിറ്റി വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസപ്പെടും? പ്രഷറും വ്യത്യാസപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഏരിയ ഇവിടെ മാറ്റം വരുത്തുന്നത് പ്രഷർ കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഈ ഭാഗത്ത് പ്രഷർ കുറവായിരിക്കും, കാരണം ഏരിയ കുറവാണ്. ഇങ്ങോട്ട് വരും തോറും ഏരിയ കൂടുകയാണ്, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? പ്രഷർ കൂടും. എങ്ങനെ ബന്ധം വരുന്നത്? ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറഞ്ഞാൽ പ്രഷർ കൂടും. ഈ ഭാഗത്ത്
ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടും, വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക കൈനറ്റിക് എനർജി ആയിരിക്കും, ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രഷർ എനർജി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ കൈനറ്റിക് എനർജിയാണ് ഇവിടെ എത്തുമ്പോഴേക്കും പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം സെൻട്രിഫ്യൂഗൽ പമ്പിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇത് എഫക്റ്റീവായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദെൻ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ആക്ച്വൽ ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇതാണ് ഇമ്പല്ലർ, ഇവിടേക്കാണ് സക്ഷൻ പൈപ്പ് കണക്ട് ചെയ്യുക, ഇവിടെ നിന്നാണ് ഡെലിവറി പൈപ്പ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് ഇലക്ട്രിക് മോട്ടോറാണ്, ഇലക്ട്രിക് മോട്ടോർ കറങ്ങുമ്പോഴാണ് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കേസിങ്ങിനെ സംബന്ധിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ മൂന്നാമത്തെ ഈ പോയിന്റ് പറഞ്ഞിരുന്നു അല്ലേ? ഇഫ് ദ മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു പ്രഷർ എനർജി ബൈ മീൻസ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ്, ദ ഹൈഡ്രോളിക് മെഷീൻ ഈസ് കോൾഡ് സെൻട്രിഫ്യൂഗൽ പമ്പ്. അതായത് സെൻട്രിഫ്യൂഗൽ, ഈ പമ്പിനെ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയാൻ കാരണം മെക്കാനിക്കൽ എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്നുള്ളത് ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മുഖാന്തരമായതുകൊണ്ട് ഈ പമ്പിൻ്റെ പേരിട്ടു എന്താ? സെൻട്രിഫ്യൂഗൽ പമ്പ്. ഓക്കെ, ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മളിതിൻ്റെ കേസിങ്ങിനെ സംബന്ധിച്ചൊന്ന് മനസ്സിലാക്കാം. കേസിങ് 3 തരമുണ്ട്. ഒന്നാണ് വൊല്യൂട്ട് കേസിങ്. ഈ വൊല്യൂട്ട് കേസിങ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. 2 വോർട്ടെക്സ് കേസിങ്. 3 കേസിങ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ്. കേസിങ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ്. അതിൽ ഇതാണ് വൊല്യൂട്ട് കേസിങ്, നമ്മൾ ആ ഫിഗറിൽ കണ്ടത്. ഇത് നമുക്ക് വോർട്ടെക്സ് കേസിങ് എന്ന് പറയാം, ഇത് നമുക്ക് കേസിങ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് എന്ന് പറയാം. ഈ വൊല്യൂട്ട് കേസിങ്ങിലും വോർട്ടെക്സ് കേസിങ് തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ, ഈ വൊല്യൂട്ട് കേസിങ്ങിൽ കേസിങ്ങിൻ്റെയും ഇമ്പല്ലറിൻ്റെയും ഇടയിൽ വേറൊരു ചേമ്പർ കൊടുക്കും. അതിന് നമുക്ക് വോർട്ടെക്സ് ചേമ്പർ എന്ന് പറയാം. ഇവിടെ ഡോട്ടായി കൊടുത്തുള്ളത് വോർട്ടെക്സ് ചേമ്പറാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്ലി നമ്മളൊരു വെയിന് കൊടുക്കുകയാണ് ഇമ്പല്ലറിൻ്റെ പുറത്ത്. ഇത് നമുക്ക് കേസിങ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് കേസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഫിഗേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി എന്തിനാണ് നമ്മൾ കേസിങ്ങിൻ്റെ വിവിധ തരങ്ങൾ ഉപയോഗിക്കുന്നത്, ടൈപ്സ് ഉപയോഗിക്കുന്നത്? വൊല്യൂട്ട് കേസിങ്ങിൻ്റെ നമുക്കറിയാം, കേസിങ് എന്നുള്ള ഒരു എന്തിനാണ് കേസിങ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി. ഏരിയ വ്യത്യാസപ്പെടുത്തിയിട്ട് അവിടെ പ്രഷർ വർദ്ധിപ്പിക്കുകയാണ്. വോർട്ടെക്സ് കേസിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഇത് കേസിങ്ങിനെല്ലാം ഒരേ പർപ്പസ് തന്നെയാണ്. പക്ഷേ അതിൽ വോർട്ടെക്സ് ഉപയോഗിക്കാൻ കാരണം ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലൂയിഡ് ഈ കേസിങ്ങിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് തിരിയാൻ തുടങ്ങും. നമുക്ക് എഡ്ഡീസ് എന്ന് പറയാം. ഈ എഡ്ഡീസ് പമ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. സോ ആ എഡ്ഡീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫോർമേഷൻ ഓഫ് എഡ്ഡീസ് ഈസ് റെഡ്യൂസ്ഡ് ടു എ കൺസിഡറബിൾ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ഈ എഡ്ഡി ഫോർമേഷൻ, ഈ വെള്ളത്തിൻ്റെ ചുറ്റൽ, അത് ഒഴിവാക്കാൻ ആരെ കൊണ്ട് സാധിക്കും? ഈ വോർട്ടെക്സ് കേസിനെ കൊണ്ട് സാധിക്കും. എങ്ങനെ? ഒരു സർക്കുലർ ചേമ്പർ ഇമ്പല്ലറിൻ്റെയും കേസിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ എഡ്ഡി ഉണ്ടായി കഴിഞ്ഞാൽ, ഫോർമേഷൻ ഓഫ് എഡ്ഡി ഉണ്ടായി കഴിഞ്ഞാൽ എനർജി ലോസ് ആണ് അവിടെ സംഭവിക്കുക. എനർജി ലോസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പമ്പിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. മൂന്നാമത് കേസിംഗ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ആക്ച്വലി ദ ഇമ്പല്ലർ ഈസ് സറൗണ്ടഡ് ബൈ എ സീരീസ് ഓഫ് എ ഗൈഡ് ബ്ലേഡ്സ് മൗണ്ടഡ് ഓൺ എ റിംഗ് വിച്ച് ഈസ് നോൺ ആസ് എ ഡിഫ്യൂസർ. അതായത് ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് ഇമ്പല്ലറാണ്, ഇതാണ് ആക്ച്വലി എന്ത്? ഗൈഡ് വെയിൻസ്. അതിനെ ഡിഫ്യൂസർ എന്ന പേരും നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്യൂസർ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, ഈ ഗൈഡ് വെയിൻസ് അല്ലെങ്കിൽ ഡിഫ്യൂസർ കൊടുക്കുന്നത് നമുക്ക് ഇമ്പല്ലറിൽ നിന്നും കേസിങ്ങിലേക്ക് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് പോയിട്ട് ഇങ്ങനെ ഇടിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. അതിന് നമുക്ക് ഷോക്കിംഗ് എന്ന് പറയാം. അപ്പോൾ ആ ഷോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഷോക്കിംഗ് എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേസിംഗ് വിത്ത് ഗൈഡ് ബ്ലേഡ്സ് എന്ന ടൈപ്പ് ഓഫ് കേസിങ്ങിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ ആക്ച്വലി ഏരിയ കുറവാണ്, ഇങ്ങോട്ട് വരുന്തോറും ഏരിയ കൂടുന്നുണ്ട്. ഈ കേസിലും ഇവിടെ ഏരിയ കുറവാണ്, ഇങ്ങോട്ട് വരുന്തോറും ഏരിയ കൂടുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, എല്ലായിടത്തും ഒരേ ഏരിയയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഏരിയയിൽ വ്യത്യാസപ്പെടുത്തിയാൽ മാത്രമേ പ്രഷർ വ്യത്യാസം വരുള്ളൂ എന്നുള്ളത് അല്ലേ. പക്ഷേ ഇവിടെ കേസിൽ എന്തില്ല? ഏരിയയിൽ ഡിഫറൻസ് ഇല്ല. അതിനുവേണ്ടി ഇവിടെ ചെയ്ത പരിപാടി, ഈ ഗൈഡ് വെയിൻസ് എടുത്ത് വിചാരിച്ചോ. ഗൈഡ് വെയിൻസിൻ്റെ ഈ അടിഭാഗത്ത് ഏരിയ കുറവാണ്, ഇവിടേക്ക് വരുന്തോറും ഏരിയ കൂടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഭാഗത്തുള്ള കേസിങ്ങിൻ്റെ ജോലി ചെയ്യുന്നത് ഈ ഡിഫ്യൂസറാണ്, ഈ ഗൈഡ് വെയിൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കേസിങ്ങിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത് എല്ലാ സമയത്തും എക്സാമിന് ചോദിക്കുന്നതാണ്. സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് നിങ്ങളോട്
എഴുതാൻ പറയും. ഓരോ ഭാഗത്തിൻ്റെയും, ഇപ്പോൾ ഇമ്പല്ലറിൻ്റെയും കേസിങ്ങിൻ്റെയും സക്ഷൻ പൈപ്പിൻ്റെയും ഡെലിവറി പൈപ്പിൻ്റെയും സ്ട്രെയിനറിൻ്റെയും ഫുഡ് വാൾവിൻ്റെയൊക്കെ ഫങ്ഷൻസ് എഴുതാൻ ചോദിക്കും. ഈ ഫിഗർ വരക്കാൻ ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് കേസിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, സംശയങ്ങളുടെ ചോദിക്കുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് കാണിക്കുന്ന ഒരു ആനിമേഷൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ ആ വീഡിയോ നിർബന്ധമായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആനിമേറ്റഡ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, എനിവേ ബാക്കി അടുത്ത ക്ലാസ്സിലാണ്. താങ്ക് യു.